എല്ലാവർക്കും നമസ്കാരം. അന്നയ്ക്ക് വണക്കം, തന്തയ്ക്ക് വണക്കം, ആശാനയ്ക്ക് വണക്കം, 18 സിത്തറുകൾക്ക് വണക്കം. ഇന്ന് ഷുഗർ പേഷ്യന്റിന്റെ ഒരു തീരാ ദുഃഖത്തിന് ഒരു ഒരു നിവർത്തി ഉണ്ടാക്കാൻ ഉള്ള ഒരു പുറപ്പാടിലാണ് ഞാൻ ഇന്ന്. അതായത് ഈ മിക്ക ഷുഗർ പേഷ്യന്റിനും അവരെ സംബന്ധിച്ച് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന മലബന്ധം ഒരു കീറാമുട്ടിയായിട്ട് വരുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇവര് ഇതിന് പല തരപ്പെട്ട മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം വിഷമം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ അവരുടെ പ്രയാസം എന്താണ് എന്നുള്ളത് ഞാൻ അവരുടെ സ്ഥാനത്ത് ഇരിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചു നോക്കും. അപ്പോഴാണ് എനിക്കതിൻ്റെ ആ ഒരു കാഠിന്യത്തെ കുറിച്ച് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ അതിനുള്ള നിവൃത്തി ഞാൻ കണ്ടിരിക്കും. വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. അപ്പോ അങ്ങനെയുള്ള ഒരു വൈദ്യമുറയാണ് ഇന്ന് ഞാൻ എല്ലാവർക്കും ഞാൻ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എരി അധികം കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക 1, മൈദ കലർന്നുള്ള ആഹാരങ്ങൾ കഴിക്കുക 2, ഗോതമ്പ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക 3, നാലാമതായിട്ട് നമ്മൾ ചവച്ചരച്ചല്ല ആഹാരം കഴിക്കുന്നത്. ഉമിനീരിന്റെ കൂടെ അല്ല ആഹാരം ഈ ഷുഗർ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള കാലയളവിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു പരിണിത ഫലമായിട്ടാണ് ഈ ഷുഗർ നമുക്ക് വന്നിരിക്കുന്നത്. ഞാനതൊന്ന് ഒരു ചെറുതായിട്ടൊരു വിശകലനം നടത്തി അതിന്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ഇത് അപ്പൊ അങ്ങനെ ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഈ ഷുഗർ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് എന്താണ്, നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ മാറിക്കഴിഞ്ഞാൽ പാതി അസുഖം മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക്. ഇതാണ് ഇതിന്റെ ഒരു ശരിക്കുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ ലിവറിന്റെ ഒരു വിഷയവും വരുന്നുണ്ട്. ഈ ലിവർ ശുദ്ധിയാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു 10 കൊല്ലം കൊണ്ട് ഷുഗറിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ലിവർ ഡിറ്റോക്സ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കഷായം, ആ കഷായം ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത് ഒരാഴ്ച മറ്റ് ചില മരുന്നുകളും ഞാൻ കൊടുത്തു. അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 400 സംതിങ് ഷുഗർ ഫാസ്റ്റ് കാണിച്ചുകൊണ്ടാണ് ഇരുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് അത്ഭുതമല്ല, അത് കഴിച്ച ആൾക്കാണ് അത്ഭുതം. അദ്ദേഹത്തിന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് 200ലേക്ക് മാറുകയും ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് ഏതാണ്ട് ഒരു 150 ആ ഒരു അളവിലേക്ക് വരികയും 1 മാസം കൊണ്ട് അത് വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയാണ്, ഒരളവാണ് കാണാൻ കഴിഞ്ഞത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ, പറയാമല്ലോ. അപ്പൊ ആദ്യം ഇതിന് വേണ്ടുന്നത് നമ്മുടെ ഈ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ഒരു വിഷയം, അതായത് നമ്മുടെ കുടലിന്റെ ഉള്ളിൽ ഒരു വരൾച്ച അനുഭവപ്പെടുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്. ജലാംശം പറ്റും, വൻകുടൽ ചെറുകുടലിലുള്ള ജലാംശം പറ്റുമ്പോഴാണ് നമ്മുടെ ആ ഒരു മലം മുറുകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് അവിടെ തങ്ങി നിൽക്കുകയും ഒരു എന്താ പറയുന്നത്, ഒരു വഴുവഴുപ്പ് ഉണ്ടെങ്കിലല്ലേ ഇത് തടസ്സം കൂടാതെ താപ്പോട്ട് പോകത്തുള്ളൂ. അപ്പൊ ഇതിന് ആ ഒരു വരൾച്ച അനുഭവപ്പെടുമ്പോഴത്തേക്കും ഈ മലം എന്ന് പറയുന്നത് വേസ്റ്റ് അങ്ങ് മുറുകും കുടലില്, അവിടെ അങ്ങ് ടച്ചായി കഴിയുമ്പോൾ ഇത് താപ്പോട്ടും പോകത്തില്ല, മേപ്പോട്ടും പോകത്തില്ല, ആകെപ്പാടെ പ്രശ്നമായി. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക, 1. രണ്ടാമത്, ഇതിന്റെ മെയിൻ കണ്ടന്റിലേക്ക് ഞാൻ വരികയാണ്. ഇതിന് മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് നമ്മൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ 1 ടീസ്പൂൺ ഉലുവ
നമ്മൾ ഗുളിക വിഴുങ്ങത്തില്ലേ, അതേപോലെ ഒരു ടീസ്പൂൺ ഉലുവ എടുക്കുക, എടുത്ത് വായ്ക്കകത്തോട്ട് ഇടുക, ഒരു ലേശം വെള്ളം കുടിച്ച് അങ്ങ് ഇറക്കുക. ചവയ്ക്കുക ഒന്നും വേണ്ട, ഇത് അകത്തോട്ട് അങ്ങ് പോട്ട്. ആരും ചാവത്തൊന്നുമില്ല, അതീ പേടിക്കണ്ട. എന്നിട്ട് അടുത്ത ദിവസം ബാത്റൂമിൽ പോയി ഇരുന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തും. സംഗതി വളരെ സ്മൂത്ത് ആയിരിക്കും. ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ പിന്നെ ഡെയിലി ഇതൊന്ന് ചെയ്യും. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഇത് ചെയ്യേണ്ടി വരത്തില്ല. കാരണം അത് ആ ബോഡി ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് പിന്നെ അതിന്റെ ആവശ്യം വരാത്തത്. അതിനകത്ത് ഈ നമ്മുടെ ഉലുവായ്ക്കകത്ത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, 2 ടൈപ്പിലുള്ള ഫൈബർ കണ്ടന്റ് ആണ് നമ്മുടെ ഈ പിന്നെ ഉലുവായ്ക്കകത്തുള്ളത്. ഒന്ന് സോലിബിൾ ഫൈബർ, 2 ഇൻസോലിബിൾ ഫൈബർ. അപ്പൊ ഈ സോലിബിൾ ഫൈബർ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് വരാതെ അതിനെ, നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും. നേരെ മറിച്ച് ഇൻസോലിബിൾ ഫൈബർ എന്ന് പറയുന്ന സാധനം നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും തങ്ങിയിരിക്കുന്ന സകലമാന അവശിഷ്ടങ്ങളെയും ചാവട്ടിയെടുത്ത് വെളിക്കളയും. അപ്പോ ശരിക്കും പറഞ്ഞ ഒരു ഷുഗർ പേഷ്യന്റിന് ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം. ഹാർട്ടിലേക്ക് ബ്ലഡ് കറക്റ്റായിട്ട് കിട്ടണം. അതേപോലെ നമ്മുടെ പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാവുകയും വേണം. വയറ് ശുദ്ധിയായാലേ പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ട് നടക്കത്തുള്ളൂ. എന്നാലേ നമ്മുടെ അവയവങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും സത്തുക്കൾ ഉറിഞ്ചി എടുക്കപ്പെടുകയുള്ളൂ. എന്നാലേ നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് സംഗതി. അപ്പൊ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും, ഷുഗർ പേഷ്യന്റിനും കഴിക്കാം, അല്ലാതെ കോൺസ്റ്റിപ്പേഷൻ മാത്രമുള്ളവർക്കും ഇത് കഴിക്കാം. അതല്ല, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക്, പൊതുവെ ഈ ശരീരത്തിന് ചൂട് കൂടുതലായിട്ടുള്ള ആളുകളും ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. ശരീരത്തിന്റെ ചൂടും കുറഞ്ഞു കിട്ടും. കണ്ണിന്റെ കാഴ്ച അതിനും വ്യത്യാസം വരും. കാരണം ഈ ഷുഗർ പേഷ്യന്റിന് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിനും ഇത് വ്യത്യാസം വരുത്തും. കാരണം നമ്മുടെ കുടൽ തണുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം മൊത്തം തണുക്കാൻ തുടങ്ങും. ഇതാണ് അതിന്റെ ഒരു സിസ്റ്റം. അത് ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.